ഇന്ത്യ ഒട്ടുക്ക് ട്രേഡേഴ്സ് ഡേ വ്യാപാരി ദിനം ഓഗസ്റ്റ് 9 ആഘോഷിക്കുകയാണ്. അത് ആഘോഷിക്കുന്നത് ഒരുപാട് ചാരിറ്റി ചെയ്യും, മറ്റ് ക്ലാസ്സുകളുണ്ടാവും, പ്രായമായ വ്യാപാരികളെ ആദരിക്കൽ, അങ്ങനെ ഒരുപാട് പരിപാടികളായിട്ട് ചിലപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ പരിപാടികളാണ് സാധാരണ ചെയ്യാറ്. ഞങ്ങളെ സംബന്ധിച്ച് 10 ഞങ്ങൾ വ്യാപാരികളെ ആദരിക്കുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ പ്രായമായ ഇപ്പം നിലവിൽ കച്ചവട സ്ഥാപനങ്ങൾ മക്കളെ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഇരിക്കുന്ന വ്യാപാരികളാണ് ഞങ്ങൾ ആദരിക്കുന്നത്. അതുകൂടാതെ ഒരു സ്പെഷ്യൽ റെക്കഗ്നിഷൻ എന്ന നിലയ്ക്ക് വ്യാപാരികൾക്ക് കഴിഞ്ഞ 45 വർഷമായി ഒരു സേവനം ചെയ്യുന്ന ഒരു വ്യാപാരിയും കൂടി ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്. ഇപ്പം 72 വയസ്സായിട്ടുണ്ട്, 1-ാം കല്ലുള്ളതാണ്. അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു ചായപ്പീടിക വേണമെങ്കിൽ നമുക്ക് എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹം കഴിഞ്ഞ 45 വർഷമായിട്ട് വടക്കാഞ്ചേരിയിൽ 1981 അദ്ദേഹം വന്നത്. എല്ലാ ആവശ്യക്കാർക്ക് അദ്ദേഹം കടകളിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ചായ കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ കടയിൽ 1-2 സ്റ്റാഫോ അല്ലെങ്കിൽ ഓണർ മാത്രമുള്ള ഒരു കടയിൽ കസ്റ്റമേഴ്സ് എപ്പോഴാണ് വരാൻ നമുക്കറിയില്ല. അപ്പം ആ കടയിൽ നിന്ന് സ്റ്റാഫ് സെൻറ്ററിലേക്ക് ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം 15-20 മിനിറ്റോളം സമയം വരും. അങ്ങനെ ഒരു രാവിലെയും വൈകിട്ടൊക്കെ തന്നെ ഇങ്ങനെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഓണറോ തന്നെ പോകേണ്ട ഒരു വിശേഷം വരും, സ്ഥിതിവിശേഷം വരുമ്പം അത് വ്യാപാരത്തിന് വളരെയധികം ബാധിക്കുന്നുണ്ട്. അവിടെ കൃത്യമായി ചെയ്യുന്നതാണ് ബാലചന്ദ്രൻ. അദ്ദേഹം രാവിലെ 7:30 മണിക്ക് കടകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം 9:30 മുതൽ 12 മണി വരെ ഓട്ടുപാറ വടക്കാഞ്ചേരി സെൻറ്ററിലും ഉച്ചയ്ക്ക് 2:30 മുതൽ 5 മണി വരെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം എത്തും. അപ്പോൾ കൃത്യ സമയത്ത് അതാത് കടയിൽ അദ്ദേഹം കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ബോയ്സ് സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ കാപ്പി പിടിച്ചാണെങ്കിൽ വടക്കാഞ്ചേരി സെൻറ്ററിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും അരമണിക്കൂർ വരുന്നത്. പ്രത്യേകിച്ച് സ്റ്റാഫ് ഇല്ലയെന്നുണ്ടെങ്കിൽ കട ഉടമ ആ ഷട്ടർ അടച്ചിട്ട് വേണം ചായ കുടിക്കാൻ പോകാൻ. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 45 വർഷമായിട്ട് അദ്ദേഹം കോക്കി യൂണിഫോമാണ് ഇടുന്നത്. ഷർട്ടും പാൻസും കോക്കി യൂണിഫോമാണ് ഇട്ടുകൊണ്ടാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പം അദ്ദേഹം ഇന്ത്യൻ കോഫി വർക്ക്സ് എന്നുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഈ പൊടി മേടിക്കുന്നത്. അത് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അദ്ദേഹം ആ സ്ഥാപനത്തിൽ നിന്ന് മേടിക്കുമ്പം അവർ ഇത് ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞ് ഈ കോക്കി യൂണിഫോം ഇട്ട് വേണം ഇത് കൊടുക്കാൻ എന്ന് പറയും. അത് അദ്ദേഹം ഇന്നും അനുസരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു 300-350ഓളം ചായ അദ്ദേഹം വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് മധുരമുള്ളതും മധുരമിടാത്തതും വളരെ വില കുറവിലൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കച്ചവടം തുടങ്ങിയ കാലത്ത് 12 പൈസയ്ക്ക് ചായ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടുന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഈ സേവനം ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ റെക്കഗ്നേഷൻ അവാർഡ് 10 ഞങ്ങൾ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളാണ് ഉള്ളത്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞത്.